കഥയെ ആരംഭിക്കുന്നത് ഒരു കാട്ടിൽ നിന്നുമാണ്. ഒരു ചെന്നായ തന്റെ കുട്ടിക്കൊപ്പം വേട്ടയ്ക്കിറങ്ങിയിരുന്നു. ഇതേസമയം ആ കാട് ലക്ഷ്യമാക്കി ഒരു സംഘം വണ്ടികൾ വന്നു നിന്നു. വണ്ടിയിൽ നിന്നും കുറച്ചധികം വേട്ടക്കാരിറങ്ങി. അവർ കാട് കയറാൻ തുടങ്ങി. കാട്ടിൽ കുട്ടികളൊത്ത് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു ചെന്നായ വേട്ടക്കാർ വരുന്ന കണ്ടതും കുട്ടികളെ സംരക്ഷിക്കാൻ അവർക്കെതിരെ ആക്രോശിച്ചുകൊണ്ടു നിന്നു. പിന്നെ പറയണ്ടല്ലോ, വേട്ടക്കാർ ആ ചെന്നായെ കൊന്നുതള്ളി. തങ്ങളുടെ അച്ഛൻ തങ്ങളുടെ കൺമുമ്പിൽ ചത്തുപോകുന്നത് ആ കുട്ടികൾ നോക്കി കാണുന്നുണ്ടായിരുന്നു. കഥ അവിടെ നിന്നും ഒരച്ഛനിലേക്കും മകളിലേക്കും തിരിയുന്നു. വിക്ടോറിയ എന്നായിരുന്നു മകളുടെ പേര്. അച്ഛന്റെ പേര് സ്റ്റീഫൻ. പഴയ വീടൊക്കെ വിട്ട് ഗ്രാമപ്രദേശത്തോട് ചേർന്ന തങ്ങളുടെ പഴയൊരു താമസ സ്ഥലത്തേക്ക് അവർ തിരികെ എത്തുകയായിരുന്നു. അതിനു പിന്നിൽ ഒരു കാരണവുമുണ്ട്. വിക്ടോറിയയുടെ അമ്മ കുറച്ചുനാൾ മുമ്പ് മരണപ്പെട്ടു. രോഗിയായിരുന്നു. ഡോക്ടറായ സ്റ്റീഫന് പോലും അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. അമ്മയുടെ മരണത്തോടെ വിക്ടോറിയ വളരെയധികം ദുഃഖിതയായി മാറിയിരുന്നു. അധികം സംസാരിക്കില്ല. അധികമെന്നല്ല, ഒട്ടും തന്നെ സംസാരിക്കില്ല. എപ്പോഴും മൂഡ് ഓഫായി തന്നെയിരിക്കും. സ്റ്റീഫനും മകളുടെ ഈ അവസ്ഥയിൽ ദുഃഖമുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു മാറ്റത്തിനു വേണ്ടിയാണ് അവരിപ്പോൾ ഇങ്ങോട്ടേക്ക് താമസം മാറ്റുന്നത്. വീട്ടിലെത്തി സ്റ്റീഫൻ തന്നെ ഓരോന്നും അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. വിക്ടോറിയയാണെങ്കിൽ അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല. ദുഃഖിച്ച് മാറിയിരിക്കുകയാണ്. വിക്ടോറിയയെ വിക്കി എന്നായിരുന്നു ചുരുക്കി വിളിച്ചിരുന്നത്. വൈകാതെ വിക്കിയെ കാണുവാൻ വിക്കിയുടെ അങ്കിൾ അങ്ങോട്ടേക്ക് വന്നു. അങ്കിളിനെ വിക്ടോറിയക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. തിയറി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. തിയറി അന്ന് അവിടായിരുന്നു തങ്ങിയത്. അവരുടെ വീടും പരിസരവും ഒക്കെ കാണാനെത്തിയതായിരുന്നു തിയറി. രാത്രിയിൽ തിയറിയും സ്റ്റീഫനും ഒരുപാട് സംസാരിച്ചു. സ്റ്റീഫന്റെ ഭാര്യയുടെ മരണത്തെപ്പറ്റിയും ഫേമസ് സർജനായിരുന്നിട്ട് പോലും ഭാര്യയെ രക്ഷപ്പെടുത്താൻ പറ്റാതിരുന്ന അവസ്ഥയെപ്പറ്റിയുമൊക്കെ സ്റ്റീഫൻ പറയുന്നുണ്ട്. പിന്നാലെ അവരുടെ സംസാരം വിക്കിയിലേക്ക് തിരിഞ്ഞു. വിക്കിയുടെ അവസ്ഥ മോശമായി വരികയാണെന്നും അവൾക്ക് കൂടുതൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ട് എന്നുമൊക്കെ തിയറി പറഞ്ഞു. എന്തായാലും അവിടെ കുറച്ചുനാൾ തുടർന്നു നോക്കാൻ സ്റ്റീഫൻ തീരുമാനിച്ചു. അടുത്ത ദിവസം വിക്കിയുമായി ഒന്ന് പുറത്തു പോകാൻ സ്റ്റീഫൻ തീരുമാനിച്ചിരുന്നു. വിക്കിക്ക് അടുത്തേക്കെത്തി പുറത്തേക്ക് പോകുന്ന കാര്യം സ്റ്റീഫൻ ചോദിച്ചെങ്കിലും വിക്കി മറുപടിയൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. സ്റ്റീഫൻ പറഞ്ഞു, എന്റെ കൂടെ വന്ന നല്ലൊരു സ്ഥലം നിനക്ക് കാണിച്ചു തരാമെന്ന് കരുതിയതാ. ഇവിടെ ഒറ്റയ്ക്കിരിക്കാനാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോ. സ്റ്റീഫൻ അതും പറഞ്ഞ് പുറത്തേക്കിറങ്ങി. സ്റ്റീഫൻ പുറത്തെത്തിയതും സ്റ്റീഫനൊപ്പം പോവാൻ വിക്കിയും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിരുന്നു. യാത്ര ചെയ്ത് ഒരിടത്തിൽ അവർ കാർ നിർത്തി. ശേഷം ഹൈക്ക് ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ ഹൈക്ക് ചെയ്ത് ഒടുവിൽ ഒരു മലമുകളിലേക്ക് അവർ എത്തിച്ചേർന്നു. കുറെ കല്ലുകളൊക്കെ അടുക്കി വെച്ച രീതിയിൽ മനോഹരമായ കുറച്ച് സ്ഥലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. വിക്കി അതൊക്കെ നോക്കിക്കാണുന്നുണ്ട്. മുമ്പ് അമ്മയുണ്ടായിരുന്ന സമയത്ത് സ്റ്റീഫനും വിക്കിയുടെ അമ്മയും എപ്പോഴും അവിടെ വരുമായിരുന്നു. വിക്കിയുടെ അമ്മയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഇടമായിരുന്നു അത്. അവിടെ അവർ കുറച്ചു സമയം ചിലവഴിച്ചു. വിക്കി സ്റ്റീഫനെ കെട്ടിപ്പിടിക്കുന്ന പോലുമുണ്ട്. ശേഷം ഇരുവരും അവിടെ നിന്ന് അടുത്തുള്ള ഗ്രാമത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ പോകുന്ന വഴിയിൽ വഴിതെറ്റി. ഒടുവിൽ നടന്നവർ എത്തിച്ചേർന്നത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വീട്ടിലേക്കായിരുന്നു. ബ്രൂണോ എന്ന വൃദ്ധനായ ഒരു മനുഷ്യനെ അവർ അവിടെ വെച്ച് പരിചയപ്പെട്ടു. അവിടെ ചെറിയ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. വഴിതെറ്റി വന്നതാണെന്ന് പറഞ്ഞപ്പോ ബ്രൂണോ അവരെ സഹായിക്കാമെന്നേറ്റു. അപ്പോഴാണ് അവിടെ ബ്രൂണോ വളർത്തിയിരുന്ന 2 പോണികളെ വിക്കി കാണുന്നത്. മൃഗങ്ങളോട് താല്പര്യമുള്ള അവൾ പോണികളുടെ അടുത്തേക്ക് ചെന്നു. പിന്നാലെ അടുത്തുള്ള ഒരിടത്ത് അവൾ നോക്കുമ്പോ അവിടെ ചെറിയൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അതിനെ കണ്ടതും വിക്കിക്ക് ഇഷ്ടമായി. മുത്തശ്ശ, ഇവന്റെ പേരെന്താ? ആ പട്ടിക്കുട്ടിയെ നോക്കി മുത്തശ്ശനോട് അവൾ ചോദിച്ചു. ബ്രൂണോ പറഞ്ഞു, ഇവന് പേരൊന്നും വെച്ചിട്ടില്ല. ഞാനിവനെ മിസ്റ്ററി എന്നാ വിളിക്കാറുള്ളത്. കാട്ടിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെയാ ഇവൻ. വേണമെങ്കിൽ നീ തന്നെ ഇവനെ വളർത്തിക്കോ എന്ന് പറഞ്ഞ് ബ്രൂണോ ആ നായക്കുട്ടിയെ അവൾക്ക് കൊടുത്തു. അതിനെ കിട്ടിയതും അവളും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ അച്ഛൻ അറിഞ്ഞാൽ അത് വേണ്ടെന്ന് പറയുമോ എന്നവൾ ഭയന്നിരുന്നു. അതുകൊണ്ട് തന്റെ ബാഗിൽ ഒളിപ്പിച്ചായിരുന്നു അവൾ അതുമായി വണ്ടിയിലേക്ക് കയറിയത്. ബ്രൂണോ അന്ന് അച്ഛനെയും മകളെയും സുരക്ഷിതമായ ഒരിടത്ത് ഡ്രോപ്പ് ചെയ്തു. അച്ഛൻ അറിയാതെ തന്നെ വീട്ടിലെത്തിയതും മിസ്റ്ററിയെ അവൾ തന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. അന്ന് അവനെ അവൾ പരിപാലിച്ചു. അടുത്ത ദിവസം പുലർച്ചെ വിക്കിക്ക് സ്കൂളിൽ പോകണമായിരുന്നു. അവൾ പുതിയ സ്കൂളിലേക്ക് മാറുകയാണ്. മിസ്റ്ററിയെ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടൊരു പെട്ടിയിലാക്കി മിസ്റ്ററിയെ സുരക്ഷിതമായി അവൾ തന്റെ അലമാരയ്ക്കകത്ത് വെച്ചു. അച്ഛനോട് അതിനെപ്പറ്റിയൊന്നും പറഞ്ഞതുമില്ല. മിസ്റ്ററിയെ കിട്ടിയതും വിക്കിയുടെ ഭാവത്തിലും സ്വഭാവത്തിലും ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ടായിരുന്നു. അന്ന് മകളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാനായി സ്റ്റീഫൻ പോയി. അവളെത്തി മകളെ യാത്രയാക്കാൻ നിൽക്കുമ്പോ എതിരെ വന്ന ഒരാളെ കണ്ടിട്ട് സീരിയൽ കില്ലറെ പോലുണ്ടല്ലോ എന്നവൻ പറഞ്ഞതും മകളത് കേട്ടിരുന്നു. എന്താ സീരിയൽ കില്ലർ എന്ന് വെച്ചാൽ വിക്കി അച്ഛനോട് ചോദിച്ചു. അത് കേട്ടതും സ്റ്റീഫൻ അതിശയം തോന്നിയിരുന്നു. കാര്യം കുറേയായി അവൾ സംസാരിക്കാറില്ലായിരുന്നല്ലോ. ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നു. ആ ഒരു സന്തോഷത്തിൽ മകളുടെ ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് അയാൾ ചോദിപ്പിക്കുന്നുണ്ട്. ശേഷം മകളോട് സംസാരിച്ച് അയാൾ അവിടെ നിന്ന് പോരുമ്പോ അവിടെ തന്റെ കുട്ടിയെ ഡ്രോപ്പ് ചെയ്യാനെത്തിയ അന്ന എന്ന ലേഡിയെ അയാൾ പരിചയപ്പെട്ടു. അന്ന ഒരു സിംഗിൾ മദർ ആണ്. മാത്രമല്ല അന്ന ഒരു വെറ്റിനറി ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടുപേരും വന്ന് പരിചയപ്പെട്ട് സന്തോഷത്തോടെ കുറച്ചധികം സംസാരിക്കാൻ
സംസാരിക്കുന്നുണ്ട്. ഇതേ സമയം വീട്ടിൽ കബോർഡിനകത്തായിരുന്ന മിസ്റ്ററി അതിൽ നിന്നും പുറത്തു ചാടി. പിന്നെ പറയണ്ടല്ലോ, മുറിക്കകത്തുള്ള വസ്തുക്കളൊക്കെ കടിച്ചുകൂടനെ തന്റെ ഇഷ്ടം പോലെ കളിക്കുന്നുണ്ട്. അച്ഛൻ അറിയാതെ മിസ്റ്ററിയെ അവൾ രഹസ്യമായി വളർത്തിക്കൊണ്ടിരുന്നു. സ്കൂളില്ലാത്തപ്പോ മിസ്റ്ററിക്കൊപ്പമാണ് അവൾ മുഴുവൻ സമയം ചിലവഴിക്കുക. അങ്ങനെയിരിക്കെ ഒരു ദിവസം മുറിയിലേക്ക് കയറി വന്ന സ്റ്റീഫൻ മിസ്റ്ററിയെയും മകളെയും ഒന്നിച്ചു കണ്ടു. അത് കണ്ടതും സ്റ്റീഫൻ ഒരു ഞെട്ടലുണ്ടായിരുന്നു. ഈ പട്ടിക്കുട്ടിയെ എവിടുന്ന് കിട്ടി, ഇവനെങ്ങനെ ഇവിടെ വന്നു എന്നൊക്കെ സ്റ്റീഫൻ വിക്കിയോട് ചോദിക്കാൻ തുടങ്ങി. വിക്കി നടന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായി പറഞ്ഞു. വിക്കിക്ക് എപ്പോഴും മിസ്റ്ററിയെ അച്ഛൻ കണ്ടാൽ അതിന് വേണ്ടെന്ന് പറയുമോ എന്ന് ഭയമുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അവൾ മറച്ചുവെച്ചിരുന്നതും. ആ കാര്യം സ്റ്റീഫനും മനസ്സിലായി. പക്ഷേ ഭാര്യയുടെ മരണശേഷം മകൾ ഇത്രയും സന്തോഷവതിയായിരിക്കാൻ കാരണം മിസ്റ്ററിയാണെന്ന് സ്റ്റീഫൻ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മിസ്റ്ററി നമ്മോടൊപ്പം തന്നെ താമസിക്കട്ടെ എന്ന് സ്റ്റീഫൻ നിലപാടെടുത്തു. വിക്കി അതിൽ അത്രമേൽ സന്തോഷിച്ചിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് മിസ്റ്ററി വിക്കിക്കൊപ്പം കളിച്ചു വളർന്നുകൊണ്ടിരുന്നു. അവർ എവിടെ പോയാലും മിസ്റ്ററിയെയും കൂടെ കൂട്ടുമായിരുന്നു. ഒരു ദിവസം വിക്ടോറിയയെ ഡ്രോപ്പ് ചെയ്യാൻ സ്റ്റീഫൻ വന്നിരുന്നു. അന്ന് അവർക്കൊപ്പം മിസ്റ്ററിയും ഉണ്ടായിരുന്നു. മിസ്റ്ററിയെ കണ്ടതും അവിടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ കൗതുകത്തോടെ മിസ്റ്ററിയെ നോക്കുന്നുണ്ട്. ശേഷം വിക്കി ക്ലാസ്സിലേക്ക് പോയി. അപ്പോഴായിരുന്നു അന്ന അങ്ങോട്ടേക്ക് വന്നത്. സ്റ്റീഫനൊപ്പമുള്ള വളർത്തുനായ മിസ്റ്ററിയെ കണ്ട് അന്നയ്ക്ക് ചില സംശയങ്ങൾ തോന്നി. ഇതെന്താ ഇതിന്റെ കാല് കുറച്ച് വ്യത്യാസമായിട്ടിരിക്കുന്നേ, വലിപ്പമുള്ള കാലുകളാണല്ലോ, ഇത് ഏത് ബ്രീഡിൽപ്പെട്ടതാ? അന്ന അത് ചോദിച്ചെങ്കിലും സ്റ്റീഫനും അതറിയാൻ പാടുണ്ടായിരുന്നില്ല. എന്തായാലും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തന്റെ ക്ലിനിക്കിലേക്ക് കൊണ്ടുവന്നാ മതി എന്നെ പ്രത്യേകം പറയുന്നുണ്ട്. സ്റ്റീഫൻ അവിടെ നിന്ന് തെരുവിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനും മറ്റുമായി പോയിരുന്നു. ടൗണിലേക്ക് എത്തുമ്പോ അവിടെ വലിയ പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. ചെന്നായ്ക്കൾ അവിടുത്തെ കർഷകരുടെ വളർത്തുമൃഗങ്ങളെയൊക്കെ കൊല്ലുന്നുണ്ടായിരുന്നു. അതിനെതിരെ ചെന്നായ്ക്കളെ മുഴുവൻ വകവരുത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു അരങ്ങേറിക്കൊണ്ടിരുന്നത്. സ്റ്റീഫൻ അതുവഴി വണ്ടിയിൽ പോകുമ്പോ പ്രതിഷേധക്കാരിൽ ഒരാൾ സ്റ്റീഫന്റെ കൂടെ ഉണ്ടായിരുന്ന മിസ്റ്ററിയെ കാണുന്നുമുണ്ട്. അടുത്ത ദിവസം അങ്കിൾ തിയറി അവർക്കൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടി സ്റ്റീഫനും വിക്കിക്കുമടുത്തേക്ക് എത്തിയിരുന്നു. മിസ്റ്ററി വന്നതിനു ശേഷമുള്ള വിക്കിയുടെ മാറ്റങ്ങളൊക്കെ തിയറിയും നോക്കിക്കണ്ടു. തിയറിക്കും വലിയ സന്തോഷം തോന്നി. അന്ന് രാത്രിയിൽ വിക്കി മിസ്റ്ററിയെ ഉറക്കാൻ കിടത്തി തലോടിക്കൊണ്ടിരുന്നു. ഇതേ സമയം ദൂരെ നിന്ന് ഒരു ചെന്നായി വിക്കിയുടെയും മിസ്റ്ററിയുടെയും വീട് നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോവാൻ തുടങ്ങി. ഒരു ദിവസം സ്റ്റീഫൻ മിസ്റ്ററിയുമായി മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ പോയി. ആ സമയം അങ്ങോട്ടേക്ക് അന്ന വന്നിരുന്നു. അന്ന യാദൃച്ഛികമായി മിസ്റ്ററിയെ കണ്ടു. സംശയം തോന്നി അവൾ ചോദിച്ചു, സ്റ്റീഫൻ, നിങ്ങളിതൊരു നായിയാണെന്നല്ലേ പറഞ്ഞേ, ഇതെന്താ ഇതിന് ഇങ്ങനെ വളർച്ച? എന്റെ അറിവനുസരിച്ച് ഇതൊരു നായിയാണെന്ന് തോന്നുന്നില്ല, ചെന്നായെപ്പോലുണ്ട്. എന്ത് ചെന്നായിയോ? എന്റെ മിസ്റ്ററി ഒരു നായക്കുട്ടി തന്നെയാ, വെറുതെ ആവശ്യമില്ലാത്ത പറയണ്ട. സ്റ്റീഫൻ, ഞാൻ വെറുതെ പറഞ്ഞതല്ല, എനിക്ക് കൃത്യമായ സംശയങ്ങളുണ്ട്. വേണമെങ്കിൽ എന്റെ വെറ്റിനറി ക്ലിനിക്കിലേക്ക് ഇവനെ കൊണ്ടുവാ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാം. പക്ഷേ സ്റ്റീഫൻ അതിന് തയ്യാറായില്ല. മിസ്റ്ററിയും കൂട്ടി അവിടെ നിന്ന് പോന്നു. ഇതേ സമയം മറുവശത്ത് ഗ്രാമത്തിലെ പ്രധാന ആട്ടിടയന്മാരായ രണ്ടുപേർ അവരുടെ ഒരു ആടിനെ തിരയുകയായിരുന്നു. ആ സമയത്ത് അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ചെന്നായുടെ കാൽപ്പാടുകൾ പതിഞ്ഞത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത്തരത്തിൽ കാൽപ്പാടുണ്ടെങ്കിൽ ആടിനെ കൊന്ന ചെന്നായ ഈ പരിസരത്ത് തന്നെ ഉണ്ടാവണം. ഇത്തവണ അതിന് ജീവനോടെ പോലും വെച്ചേക്കരുത് എന്നവർ പറയുന്നുമുണ്ട്. മിസ്റ്ററിയുടെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു. നാളുകൾ കഴിയുന്തോറും മിസ്റ്ററിയുടെ ഭാവത്തിലും സ്വഭാവത്തിലും വരെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ചെന്നായെപ്പോലെ മിസ്റ്ററി ഓരിയിടാനൊക്കെ ആരംഭിച്ചു. ഇതൊക്കെ കണ്ടതും വിക്കിക്ക് വരെ വല്ലാത്ത സംശയങ്ങൾ തോന്നുന്നുണ്ടായിരുന്നു. ഇതേ സമയം പലവട്ടം വിക്കിയുടെയും മിസ്റ്ററിയുടെയും വീടിന് പരിസരത്തേക്ക് ഒരു ചെന്നായി വന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ആ ചെന്നായ എപ്പോഴും അവരുടെ വീട് നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാവുകയായിരുന്നു, മിസ്റ്ററി ഒരു ചെന്നായ തന്നെയാണ്. തന്റെ മകനെ അന്വേഷിച്ചാണ് മിസ്റ്ററിയുടെ അമ്മയായ ആ ചെന്നായ വിക്ടോറിയയുടെയും മറ്റും വീട് ചുറ്റിപ്പറ്റി നടക്കുന്നത്. മിസ്റ്ററി ഒരു നായയല്ല, മറിച്ച ചെന്നായിയാണ് എന്ന് അന്ന പറഞ്ഞ വിഷയം അതോടെ സ്റ്റീഫന് കുറച്ചുകൂടി ഉറപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിത്തുടങ്ങി. ഇനിയെങ്ങാൻ മിസ്റ്ററി ഒരു ഒറിജിനൽ ചെന്നായിയാണെങ്കിൽ തന്റെ മകൾക്കത് അപകടമാണ് എന്ന് മനസ്സിലാക്കി മിസ്റ്ററിയെയും മകളെയും പതിയെ അകറ്റാൻ സ്റ്റീഫൻ ശ്രമിക്കാൻ ആരംഭിച്ചു. കുട്ടിക്കാലം മുതലേ വിക്കിക്കൊപ്പമായിരുന്നു മിസ്റ്ററി ഉറങ്ങിയിരുന്നത്. പക്ഷേ മിസ്റ്ററിയെ വീടിന്റെ വെളിയിലാക്കി മകളെ തനിച്ചു കിടത്താനുള്ള ശ്രമം അയാൾ ആരംഭിച്ചു. പക്ഷേ മിസ്റ്ററി ഉണ്ടോ പുറത്തു കിടക്കുന്നു. അവൻ ഓടി വിക്കിക്ക് അടുത്തേക്ക് തന്നെ ചെല്ലും. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവരൊന്നിച്ച് കാടിനുള്ളിൽ ഒരു വോക്കിനായി പോയി. കുറച്ചു ദൂരം നടന്നതും മിസ്റ്ററിയെ പെട്ടെന്ന് അവർക്ക് മിസ്സായി. മിസ്റ്ററി അന്വേഷിച്ച് അവർ മുമ്പോട്ട് നടന്നു പോവേ മുമ്പിൽ നടക്കുകയായിരുന്ന വിക്കിയുടെ മുമ്പിലേക്ക് വലിയൊരു ചെന്നായി വന്നു നിന്നു. ചെന്നായ വിക്കിയെ കാര്യമായി നോക്കുന്നുണ്ടായിരുന്നു. ആ വലിയ ചെന്നായിയെ കണ്ടതും സ്റ്റീഫനും വിക്കിയും അടക്കം ഭയപ്പെട്ടു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മിസ്റ്ററി കടന്നു വരുന്നത്. മിസ്റ്ററിയുടെ അമ്മയായിരുന്നു നോക്കി നിന്ന ആ വലിയ ചെന്നായ. മിസ്റ്ററിയും വലിയ ചെന്നായിയും പരസ്പരം നോക്കി നിൽക്കുന്നുണ്ട്. ശേഷം വലിയ
നോക്കിയ ചെന്നായ മുഖം തിരിച്ച് അവിടെ നിന്ന് നടന്നുപോയി. മിസ്റ്ററി വീണ്ടും വിക്കിക്ക് അടുത്തേക്കും ചെന്നു. ആ ഒരു സംഭവം കൂടിയായതോടെ മിസ്റ്ററി യാഥാർത്ഥ്യത്തിൽ ഒരു ചെന്നായ തന്നെയാണ് എന്ന സംശയം സ്റ്റീഫൻ ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ശാസ്ത്രീയമായി ഉറപ്പിക്കാൻ അന്നയ്ക്കടുത്തേക്ക് വിക്കിയെ ചെക്കപ്പിനായി സ്റ്റീഫൻ കൊണ്ടുചെന്നു. അന്ന വിക്കിയെ പരിശോധിച്ചു. ശേഷം അതൊരു ചെന്നായിയാണ് എന്ന് തീർച്ചപ്പെടുത്തി പറഞ്ഞു. ചെന്നായി ആണെന്നറിഞ്ഞതും ഇതിനെ എങ്ങനെ വീട്ടിൽ വളർത്താൻ പറ്റും, കാട്ടിൽ കൊണ്ടുപോയി വിടൂ എന്നന്നെ പറഞ്ഞതോടെ വിക്കിയടക്കം അവരൊക്കെ ദുഃഖത്തിലാവുന്നുണ്ട്. മിസ്റ്ററി വന്നതിനു ശേഷമാണ് വിക്കി സന്തോഷവതിയായി കാണപ്പെട്ടത്. വിക്കിയെ മിസ്റ്ററിയിൽ നിന്നിപ്പോൾ പിരിച്ചാൽ വീണ്ടും മകൾ പഴയ രീതിയിലാകുമോ എന്നത് സ്റ്റീഫനെ വല്ലാതെ ആശങ്കയിലാക്കിയിരുന്നു. എങ്ങനെയെങ്കിലും മിസ്റ്ററിയെ കൂടെ നിർത്താൻ വല്ല വഴിയുമുണ്ടോ എന്ന് സ്റ്റീഫൻ അന്നയോട് ചോദിച്ചു. അന്ന പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഇന്ന് ഈ ഒരു ദിവസം മുഴുവൻ നിങ്ങൾ മിസ്റ്ററിയെ വീട്ടിൽ നിർത്തിക്കോ. അപ്പോഴേക്കും വിക്കിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. നാളെ ഞാൻ പറഞ്ഞെടുത്ത് മിസ്റ്ററിയെ കൊണ്ടുവിടണം. അന്ന അത് പറഞ്ഞതും സ്റ്റീഫൻ അത്രമേൽ സന്തോഷം തോന്നിയിരുന്നു. അവർ തിരികെ മിസ്റ്ററിയുമായി വീട്ടിലെത്തി. മിസ്റ്ററി ഇനി ആകെ ഈ ഒരു ദിവസം മാത്രമല്ലേ വീട്ടിലുണ്ടാകൂ എന്ന വിവരം അറിഞ്ഞും ആലോചിച്ചും വിക്കി വല്ലാതെ ദുഃഖിതയാവുന്നുണ്ടായിരുന്നു. മോളുടെ ഈ ദുഃഖം കാണാൻ സ്റ്റീഫന് പറ്റുന്നുണ്ടായിരുന്നില്ല. മിസ്റ്ററിയെ വിട്ടുകൊടുത്താലല്ലേ പ്രശ്നമുള്ളൂ. മിസ്റ്ററിയെ ഒളിപ്പിക്കാൻ സ്റ്റീഫൻ തീരുമാനിച്ചു. വീടിനടുത്തുള്ള ഒഴിഞ്ഞൊരു ഗരേജിനകത്ത് മിസ്റ്ററിയെ കയറ്റി അവിടെ മിസ്റ്ററിയെ അവൻ പൂട്ടിയിട്ടു. ആരെങ്കിലും വന്ന് അന്വേഷിച്ചാൽ മിസ്റ്ററി ഇല്ലെന്ന് പറയാം, ഇല്ലെങ്കിൽ മിസ്റ്ററി ഇവിടെ നിന്ന് പോയെന്ന് പറയാം എന്നതായിരുന്നു സ്റ്റീഫന്റെ പദ്ധതി. ഇതേ സമയം മറുവശത്ത് മിസ്റ്ററിയുടെ അമ്മയുണ്ടല്ലോ, ഗ്രാമത്തിന്റെ വശത്തേക്ക് വന്നിരുന്ന ആ ജീവി അവിടുണ്ടായിരുന്ന ആട്ടിൻപറ്റത്തെ ആക്രമിച്ചു. സംഭവം അവിടെ വലിയ ചർച്ചാ വിഷയമൊക്കെയായി മാറി. ആടിനെ കൊല്ലുന്ന ചെന്നായിയെ പിടിക്കാനും ചെന്നായിയെ തിരഞ്ഞും ആട്ടിടയനായ വ്യക്തിയും അതിന്റെ ഉടമയുമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഉടമ അന്വേഷണത്തിന്റെ ഭാഗമായി സ്റ്റീഫന്റെ വീടിന്റെ ഭാഗത്തേക്കും എത്തി. കാര്യം ആ ഭാഗത്തു നിന്നും ചെന്നായിയുടെ ഓരിയിടലും മറ്റും അയാൾ കേട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവരുടെ കൂട്ടത്തിലുള്ള നായ ഒരു ചെന്നായിയാണോ എന്ന സംശയവും അയാൾക്ക് രൂപപ്പെട്ടിരുന്നു. അയാൾ ചെന്നായിയെ വല്ലോം ഇവിടെ കണ്ടിട്ടുണ്ടോ എന്ന് തിരക്കി. ഒരു ചെന്നായിയെ കണ്ടിട്ടുണ്ടെന്നും ഇനി ഇവിടെ കണ്ടാൽ അറിയിക്കാം എന്നും സ്റ്റീഫൻ പറഞ്ഞു. പുറത്തു പോവാനുള്ളതുകൊണ്ട് അയാൾ വേഗത്തിൽ സ്റ്റീഫൻ പറഞ്ഞയച്ചു. പിന്നാലെ സ്കൂളിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഹാലോവീൻ ഫംഗ്ഷൻ. അതിൽ പങ്കെടുക്കാൻ അവർ പോയി. ഇതേ സമയം അവിടെ നിന്ന് പോയിരുന്ന നേരത്തെ എത്തിയ കർഷകനും കർഷകന്റെ സുഹൃത്തും സ്റ്റീഫന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നി തിരികെ വന്ന് അവിടെ തിരയാൻ തുടങ്ങി. തിരച്ചിലിനൊടുവിൽ മിസ്റ്ററിയെ ലോക്ക് ചെയ്തു വെച്ചിരുന്ന ഇടം അവർ കണ്ടെത്തുകയാണ്. അവർ അന്നയെ കോൾ ചെയ്തു. മിസ്റ്ററിയെ ഇവിടെ പൂട്ടിവെച്ചിട്ടുണ്ടെന്ന് അറിയിച്ചു. പുലർച്ചെ അന്ന പറഞ്ഞയച്ചതായിരുന്നു അവരെ. മിസ്റ്ററിയെ പൂട്ടിവെച്ച് മിസ്റ്ററി അവിടില്ല, ഫോറസ്റ്റിലേക്ക് വിട്ടു എന്ന് സ്റ്റീഫൻ കള്ളം പറഞ്ഞത് അന്നയെ ചൊടിപ്പിച്ചിരുന്നു. പിന്നെ പറയണ്ടല്ലോ, വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകളും പോലീസും അടക്കം വന്ന് മിസ്റ്ററിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. മിസ്റ്ററിയെ അവിടെ നിന്ന് അവർ കൊണ്ടുപോകുന്നത് കണ്ട് വിക്കി സഹിക്കാതെ പൊട്ടിക്കരഞ്ഞു. മകളെ ആശ്വസിപ്പിക്കാൻ സ്റ്റീഫൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ മിസ്റ്ററി അവിടെ വീട്ടിലുണ്ടാകും എന്ന് ചിന്തിച്ച് മിസ്റ്ററിയുടെ അമ്മ ഇടയ്ക്കിടെ ആ ഭാഗത്ത് വന്ന് നോക്കിയിട്ട് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മിസ്റ്ററി പോയതോടെ വിക്കിക്ക് രാത്രിയിൽ ഉറക്കമില്ലാതായി. അവൾ ദുഃഖിച്ചുകൊണ്ടേയിരുന്നു. വീണ്ടും അവൾ ആരോടും സംസാരിക്കാതായി. നാളുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വൈൽഡ് ലൈഫ് ഓഫീസേഴ്സും പോലീസുകാരും നാട്ടുകാരും തമ്മിൽ ഒരു ചർച്ച നടക്കുകയാണ്. ചെന്നായി ശല്യത്തെ പറ്റിയാണ് ചർച്ച. കർഷകരൊക്കെയും ചെന്നായ്ക്കളെ കൂട്ടമായി കൊന്നൊടുക്കണം എന്ന ആവശ്യം ഉന്നയിച്ചു. ഈ സമയം ചിലർ പറഞ്ഞു, അങ്ങനെ ചെന്നായ്ക്കളെ കൂട്ടമായി കൊന്നൊടുക്കിയിട്ട് കാര്യമില്ല, നമ്മൾ ആക്രമിക്കുന്നെന്ന് കണ്ടാൽ അതുങ്ങൾ കൂട്ടമായി തിരിച്ചാക്രമിക്കും. ശരിക്കും വേണ്ടത് ചെന്നായ്ക്കളുമായി ഇണങ്ങി ജീവിക്കാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പക്ഷേ ആ പറച്ചിൽ നാട്ടുകാരിൽ പലർക്കും ഇഷ്ടപ്പെട്ടില്ല. ചെന്നായി കൂട്ടം ഇനി ഞങ്ങളുടെ വളർത്തുമൃഗങ്ങളെ വല്ലതും വേട്ടയാടിയാൽ അപ്പോഴാണ് കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞ് പലരും ക്ഷോഭിച്ച് അവിടെ നിന്നിറങ്ങിപ്പോയി. അടുത്ത ദിവസം വിക്ടോറിയ സ്കൂളിലായിരുന്നു. ഉഷാർ ഒന്നുമില്ലാതിരുന്ന അവൾ ജനലിലൂടെ ഒരു കാഴ്ച കണ്ടു. അവൾ പുറത്തിറങ്ങി ചെന്നു. ആ കാഴ്ച അവളെ ഞെട്ടിക്കുന്നതായിരുന്നു. മിസ്റ്ററി അവളെ തിരഞ്ഞ് സ്കൂളിലെത്തിയിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഒന്നുകൂടി വളർന്ന് പൂർണ്ണമായ ഒരു ചെന്നായുടെ രൂപത്തിലേക്ക് മിസ്റ്ററി എത്തിച്ചേർന്നിട്ടുണ്ട്. മിസ്റ്ററിക്ക് അടുത്തു ചെന്ന് അവൾ മിസ്റ്ററിയെ താലോലിച്ചു. മിസ്റ്ററി, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നീ എന്നെ കാണാൻ വന്നല്ലോ. വാ, വേഗം ഇവിടെ നിന്ന് പോവാം. ആരെങ്കിലും നിന്നെ കണ്ടാൽ അപകടമാണ്. ആരുടെയും കണ്ണിൽപ്പെടാതെ മിസ്റ്ററിയെയും കൂട്ടി അവൾ അവിടെ നിന്ന് കാടിന്റെ ഭാഗത്തേക്ക് പോയി. കുറച്ചു സമയം കഴിഞ്ഞതും സ്റ്റീഫനെ കാണാൻ അന്ന വന്നിരുന്നു. മിസ്റ്ററി റിസർവ് ഫോറസ്റ്റ് ഭാഗത്തു നിന്ന് രക്ഷപ്പെട്ടെന്നും നിങ്ങളുടെ മകളെവിടെ എന്നും അന്വേഷിക്കാനായിരുന്നു അന്ന വന്നത്. അവൾ രാവിലെ സ്കൂളിൽ പോയല്ലോ, ഇപ്പോ ക്ലാസ്സിലുണ്ടാവും. എന്താ പ്രത്യേകിച്ച് ചോദിക്കാൻ? അല്ല, മിസ്റ്ററി ഇനി എങ്ങാൻ അവളെ തിരക്കി വന്നിരിക്കുമോ എന്നറിയാൻ ചോദിച്ചതാണ് എന്നായിരുന്നു അന്നയുടെ മറുപടി. ആ സമയത്താണ് കൃത്യം സ്റ്റീഫന് സ്കൂളിൽ നിന്ന് കോൾ വന്നത്. കുറച്ചു നേരമായി സ്കൂളിൽ നിങ്ങളുടെ മകളെ കാണുന്നില്ല എന്നവർ സ്റ്റീഫനെ അറിയിച്ചു. അന്വേഷിച്ചപ്പോ നാട്ടിലുള്ള കുറച്ചുപേർ ഒരു വലിയ നായ്ക്കൊപ്പം ഒരു പെൺകുട്ടി നടന്നു പോകുന്ന കണ്ടിരുന്നു എന്നും പറഞ്ഞുവെന്ന് സ്കൂൾ അധികൃതരിൽ നിന്നും സ്റ്റീഫൻ അറിഞ്ഞു. അതോടെ സ്റ്റീഫന് കാര്യം കൂടുതൽ വ്യക്തമായി.
പിന്നെ വൈകിയില്ല. സ്റ്റീഫൻ കുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞ ഇടത്തേക്ക് പുറപ്പെട്ടു. അതുവഴി പിന്തുടർന്ന് കാടിന്റെ ഭാഗത്തേക്കെത്തി. കനത്ത തണുപ്പുള്ള മഞ്ഞു പെയ്യുന്ന കാലമായിരുന്നു. മിസ്റ്ററിയെ ഫോളോ ചെയ്തു പോയിരുന്ന വിക്കിയാകട്ടെ തണുത്തു വിറച്ച് മഞ്ഞു പെയ്യുന്നതിനുള്ളിലൂടെ നടക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ നടക്കാൻ പോലും പറ്റാതെ തണുത്തു വിറച്ച് അവശതയിൽ അവളൊരു മരച്ചൂട്ടിലിരുന്നു. മറുവശത്ത് സ്റ്റീഫനാണെങ്കിൽ മകൾക്കായി നീണ്ട തിരച്ചിലായിരുന്നു. ഒരു ഘട്ടത്തിൽ സ്റ്റീഫന്റെ മുമ്പിൽ മിസ്റ്ററി എത്തി. മിസ്റ്ററിയെ കണ്ടതും സ്റ്റീഫൻ ഒന്നു നിന്നു. മിസ്റ്ററി സ്റ്റീഫന് വഴികാട്ടി. ഒടുവിൽ സ്റ്റീഫൻ മകളുടെ അടുത്തേക്കും എത്തിച്ചേർന്നു. തണുത്തു വിറച്ച അവശതയിലിരുന്നു പോയ മകളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി സ്റ്റീഫൻ തിരികെ കൊണ്ടുവന്നു. മോളുമായി സ്റ്റീഫൻ വേഗത്തിൽ ചെന്നത് കാടിനോട് ചേർന്ന് താമസിക്കുന്ന ബ്രൂണോയുടെ വീട്ടിലേക്കായിരുന്നു. മിസ്റ്ററിയും അവരുടെ കൂടെ ചെന്നിരുന്നു. അദ്ദേഹം അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. തങ്ങൾ അവിടുള്ള കാര്യം അന്നയോടും തേറിയോടും സ്റ്റീഫൻ അറിയിച്ചതും അവരും അങ്ങോട്ടേക്ക് എത്തി. അന്നൊന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ സ്റ്റീഫൻ വിക്കിയോട് എന്താന്ന് സംഭവിച്ചതെന്ന് ചോദിച്ചു. മിസ്റ്ററിയാരുടെയും കണ്ണിൽപ്പെട്ട് അപകടം പറ്റാതിരിക്കാൻ താൻ സംരക്ഷിച്ച് അവനെ കൂട്ടിക്കൊണ്ടു പോയതാണ് എന്നായിരുന്നു അവളുടെ മറുപടി. പോയാലും മിസ്റ്ററി എന്തായാലും എനിക്കായി തിരിച്ചു വരും എന്നും അവൾ തന്റെ അച്ഛനോട് പറഞ്ഞു. അവരങ്ങനെ സംസാരിച്ചിരിക്കെ മിസ്റ്ററി പുറത്തേക്കിറങ്ങി നടക്കുകയായിരുന്നു. ആ വഴി പോയ ഒരു വേട്ടക്കാരൻ മിസ്റ്ററിയെ ആ സമയം വെടിയുതിർക്കാൻ ശ്രമിച്ചു. വെടിയൊച്ച കേട്ടതും മിസ്റ്ററിയെ സംരക്ഷിക്കാൻ വിക്കി അങ്ങോട്ടേക്ക് പാഞ്ഞു ചെല്ലുന്നുണ്ടായിരുന്നു. വേട്ടക്കാരൻ വീണ്ടും വെടിയുതിർത്തു. മിസ്റ്ററിയുടെ ശരീരത്തിൽ പതിച്ചു. വീണ്ടും ഹണ്ടർ വെടിയുതിർത്തപ്പോ അത് വിക്കിയുടെ ശരീരത്തിൽ കൊള്ളേണ്ടതായിരുന്നു. ഭാഗ്യവശാൽ വിക്കി രക്ഷപ്പെട്ടു. വിക്കി ഓടിച്ചെന്ന് മിസ്റ്ററിയെ കെട്ടിപ്പിടിച്ചു. സ്റ്റീഫൻ ഓടി മിസ്റ്ററിയുടെയും വിക്കിയുടെയും അടുത്തെത്തി. തന്റെ മകളെയും മിസ്റ്ററിയെയും കൊല്ലുമായിരുന്ന ആ ഹണ്ടറിന് നേരെ ദേഷ്യത്തോടെ ഇടിച്ചു. പിന്നാലെ മിസ്റ്ററിയെ പൊക്കിയെടുത്ത് ബ്രൂണോയുടെ വീട്ടിലേക്ക് സ്റ്റീഫൻ എത്തിച്ചു. അന്ന അവിടെ ഉണ്ടായിരുന്നല്ലോ. അവർ മിസ്റ്ററിയെ ട്രീറ്റ് ചെയ്തു. മിസ്റ്ററി അപകടനില തരണം ചെയ്യുമ്പോഴേക്കും അവർ മിസ്റ്ററിയെ നോക്കി. മിസ്റ്ററി പൂർണ്ണമായി ഭേദപ്പെടും എന്നുറപ്പുവരുത്തിയ ശേഷം മിസ്റ്ററിയുടെ സുരക്ഷയ്ക്ക് മിസ്റ്ററി കാട്ടിൽ തന്നെ ജീവിക്കുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കി സ്റ്റീഫനും വിക്കിയും മിസ്റ്ററിയെ കാട്ടിലേക്ക് തന്നെ പറഞ്ഞയച്ചു. കാട്ടിലേക്കെത്തിയ മിസ്റ്ററി തന്റെ കൂട്ടത്തിനൊപ്പം ചേർന്നു. ആ കാഴ്ചയൊക്കെ സ്റ്റീഫനും അന്നയും വിക്കിയും സന്തോഷത്തോടെ നോക്കിക്കണ്ടു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. വിക്കിയുടെയും മിസ്റ്ററിയുടെയും കഥ പറഞ്ഞ രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.